ചെങ്ങന്നൂരിൽ മകൻ അച്ഛനെ കൊന്ന സംഭവത്തിൽ പിതാവിന്റെ അവിഹിത ബന്ധമാണ് കൊലപാതകത്തിനിടയാക്കിയത് എന്നാണ് സൂചന. ഇതേച്ചൊല്ലി അച്ഛനും മകനും തമ്മിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. പ്രതി ഷെറിൻ ജോൺ പോലീസിനോടും ഇക്കാര്യങ്ങൾ സമ്മതിച്ചതായാണ് സൂചന. അമേരിക്കൻ സിറ്റിസണായ ജോയിയും കുടുംബവും വർഷങ്ങളായി അമേരിക്കയിലായിരുന്നു താമസം. കഴിഞ്ഞ 19-നാണ് ജോയിയും ഭാര്യയും നാട്ടിലെത്തിയത്. ഇതിനുശേഷമാണ് നാട്ടിലുള്ള മകൻ ഷെറിനുമായി അച്ഛൻ തിരുവനന്തപുരത്തേക്ക് പോയത്. യാത്രാമധ്യേ അച്ഛനും മകനും തമ്മിൽ വാക്കുതർക്കം രൂക്ഷമായി. അച്ഛന്റെ അവിഹിത ബന്ധമാണ് ഇതിന് കാരണമെന്നും ഇതിനിടയിൽ ജോയി മകൻ ഷാരൂഖിനെ മർദ്ദിക്കുകയും ചെയ്തതായാണ് പോലീസ് പറയുന്നത്. പിന്നീട് വാഹനം നിർത്തുകയും അച്ഛന്റെ കൈവശമുണ്ടായിരുന്ന തോക്ക് ഉപയോഗിച്ച് മകനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഇതിനിടയിൽ തോക്ക് മകന്റെ കൈവശമെത്തി. പിന്നീട് അച്ഛന്റെ തലയിലേക്ക് വെടിയുതിർക്കുകയായിരുന്നു. പിന്നീട് അച്ഛന്റെ മൃതദേഹവുമായി തിരുവല്ലയിലെത്തി പെട്രോൾ വാങ്ങിയ ശേഷമാണ് ചെങ്ങന്നൂരുള്ള കെട്ടിടത്തിന്റെ ഗോഡൌണിൽ മൃതദേഹം തീയിട്ട് നശിപ്പിച്ചത്. ഇതിനുശേഷം പമ്പയാറ്റിൽ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ ഒഴുക്കിക്കളഞ്ഞു. മൃതദേഹത്തിനായുള്ള തെരച്ചിൽ പോലീസ് ഇപ്പോഴും തുടർന്നു വരികയാണ്. കൊലയ്ക്ക് ശേഷം രക്ഷപ്പെട്ട മകനെ പോലീസ് കോട്ടയത്ത് നിന്നും പിടികൂടി ചോദ്യം ചെയ്തു വരികയാണ്. സാഹചര്യ തെളിവുകൾ പ്രതിക്കെതിരാണെന്നും പോലീസ് പറഞ്ഞു. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കൊല്ലപ്പെട്ട ജോയിയുടേത് എന്ന് കരുതപ്പെടുന്ന ശരീര അവശിഷ്ടങ്ങൾ പമ്പാ തീരത്ത് നിന്ന് കണ്ടെത്തി. ഞങ്ങളുടെ പ്രതിനിധി ഷാജഹാൻ ചേരുന്നു. ഷാജി, ഈ മൃതദേഹം കത്തിച്ചതിന് ശേഷം പമ്പാ നദിയിൽ ശരീരാവശിഷ്ടങ്ങൾ ഒഴുക്കി എന്നായിരുന്നല്ലോ പ്രതി മൊഴി നൽകിയിരുന്നത്. ഇക്കാര്യത്തിൽ ഇനി ശാസ്ത്രീയ പരിശോധനകൾ ഒക്കെ ആവശ്യമല്ലേ ഈ കണ്ടെടുത്ത ശരീരാവശിഷ്ടങ്ങൾ അദ്ദേഹത്തിൻ്റെതാണ് എന്ന് തെളിയിക്കാൻ? തീർച്ചയായിട്ടും അരുണെ, ഇപ്പോൾ പാണ്ടനാടിന് സമീപത്ത് നിന്നാണ് കത്തിക്കരിഞ്ഞ നിലയിലുള്ള അഴുകിയ നിലയിലുള്ള ഒരു മൃതദേഹത്തിന്റെ അവശിഷ്ടം പോലീസിന് ലഭിച്ചിരിക്കുന്നത്. കൈയുടെ ഭാഗമാണെന്നാണ് പോലീസ് കരുതുന്നത്. ഇപ്പോൾ ശാസ്ത്രീയ പരിശോധനകൾക്കും മറ്റും വിധേയനാക്കുന്നതിനും മറ്റും പോലീസ് ഇത് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. DNA അടക്കമുള്ള പരിശോധനകൾ നടത്തിയാൽ മാത്രമേ ഇത് ജോയിയുടേതാണോ എന്നുള്ളതിനെ കുറിച്ചുള്ള സ്ഥിരീകരണം ലഭിക്കുകയുള്ളൂ. കഴിഞ്ഞ ദിവസം പ്രതി നടത്തിയ കുറ്റസമ്മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആലപ്പുഴ പത്തനംതിട്ട ജില്ലയുടെ അതിർത്തിയിലുള്ള പമ്പ കൈവഴിയിൽ നിന്നും ഇവർ തെരച്ചിൽ നടത്തി ഇപ്പോൾ ഈ മൃതദേഹാവശിഷ്ടം എടുത്തിരിക്കുന്നത്. മകൻ അച്ഛനെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് ഷെറിൻ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. അതിനുശേഷം തങ്ങളുടെ കെട്ടിടത്തിന്റെ താഴത്തുള്ള ഗോഡൌണിൽ മൃതദേഹം പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ചാക്കിൽ ആക്കി ഈ മൃതദേഹം പമ്പയിൽ കൊണ്ട് തള്ളിയത്. വളരെ ഒഴുക്കുള്ള ഒരു പ്രദേശം കൂടിയാണിത്. കഴിഞ്ഞ 2-3 ദിവസമായതുകൊണ്ട് തന്നെ ഈ ശരീരാവശിഷ്ടം വീർത്ത നിലയിലാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ഇത് കൂടുതൽ പരിശോധനകൾ നടത്തിയാൽ മാത്രമേ ഇത് കൊല്ലപ്പെട്ട ജോയിയുടേതാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് ഇനി തുടരന്വേഷണം പോലീസ് നടത്തേണ്ടിയിരിക്കും. എന്തായാലും നിലവിലെ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഷെറിൻ കുറ്റം ചെയ്തു എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഷാജഹാൻ വിവരങ്ങൾ നൽകിയത്. കലാഭവൻ മണിയുടെ ശരീരത്തിൽ വിഷമദ്യത്തിന്റെ അംശം സ്ഥിരീകരിച്ചു. ഹൈദരാബാദിലെ ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് വിഷമദ്യത്തിന്റെ അളവ് സ്ഥിരീകരിച്ചത്. മീഥൈൽ ആൽക്കഹോളിന്റെ അംശം ഉണ്ടായിരുന്നു എന്നാണ് പരിശോധനാ ഫലം. ഹൈദരാബാദിലെ ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനാ ഫലമാണ് പോലീസിന് ലഭിച്ചത്. ആന്തരാവയവങ്ങളുടെ പരിശോധനാ ഫലത്തിൽ വിഷമദ്യത്തിന്റെ അംശം സ്ഥിരീകരിച്ചു. മീഥൈൽ ആൽക്കഹോളിന്റെ സാന്നിധ്യമാണ് വ്യക്തമായത്. കുറഞ്ഞ അളവിലാണ് മീഥൈൽ ആൽക്കഹോളിന്റെ സാന്നിധ്യം. അതിനാൽ ഇത് മരണകാരണമായോ എന്നത് സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം കാക്കനാട് ലാബിൽ നടത്തിയ പരിശോധനയിൽ കീടനാശിനിയുടെ അംശമുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നുവെങ്കിലും ഹൈദരാബാദിലെ പരിശോധനയിൽ ക്ലോർപൈറിഫോസിന്റെ സാന്നിധ്യം കണ്ടെത്താനായില്ല. മീഥൈൽ ആൽക്കഹോളിന്റെ സാന്നിധ്യം കാക്കനാട് ലാബിൽ നടന്ന പരിശോധനയിലും സ്ഥിരീകരിച്ചിരുന്നു. കലാഭവൻ മണി മരണപ്പെട്ടതിന്റെ തലേന്ന് മണിയുടെ പാടിയിൽ മദ്യസൽക്കാരം നടന്നുവെന്ന് പോലീസ് കണ്ടെത്തിയതിനെ തുടർന്ന് അവിടെയുണ്ടായിരുന്നവരെ ചോദ്യം ചെയ്തുവെങ്കിലും ദുരൂഹ മരണത്തെക്കുറിച്ച് വ്യക്തത വന്നിട്ടില്ല. മണി ആത്മഹത്യ ചെയ്യില്ലെന്നും സാമ്പത്തിക ഇടപാടുകളെ തുടർന്ന് ആരൊക്കെയോ മണിയെ ഇല്ലാതാക്കിയതാണ് എന്നുമുള്ള ബന്ധുക്കളുടെ ആരോപണവും ഉയർന്നിരുന്നു. നാടൻ ചാരായത്തിലുണ്ടാകുന്ന മീഥൈൽ ആൽക്കഹോളിന്റെ സാന്നിധ്യം മണിയുടെ ശരീരത്തിലെത്തിയിരുന്നുവെന്ന പുതിയ റിപ്പോർട്ട് കൂടി പുറത്തുവന്നതോടെ മദ്യസൽക്കാരത്തിൽ പങ്കെടുത്തവരെ കേന്ദ്രീകരിച്ചായിരിക്കും ഇനിയും അന്വേഷണം തുടരുക. മാർച്ച് 6-നായിരുന്നു മണിയുടെ വിയോഗം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. രമേശ് ചെന്നിത്തലയെ തന്നെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തേക്കും. പാർലമെന്ററി പാർട്ടിയിൽ ചെന്നിത്തലയ്ക്ക് മുൻതൂക്കം. പ്രതിപക്ഷ നേതാവിനെ മുൻകൂട്ടി നിശ്ചയിച്ചത് ശരിയായില്ലെന്ന് കാട്ടി കെ മുരളീധരൻ KPCC പ്രസിഡന്റിന് കത്ത് നൽകി. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി MR സജേഷ് ചേരുന്നു. സജേഷ്, ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടോ? നേരത്തെ ഐ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഇക്കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു, എതിർപ്പുണ്ടായിരുന്നു എന്ന തരത്തിൽ വാർത്തകൾ ഉണ്ടായിരുന്നല്ലോ. അരുൺ, രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെയാണ് പാർലമെന്ററി പാർട്ടിയിൽ മുൻതൂക്കം കിട്ടിയിട്ടുള്ളത്. ഓരോ MLA-മാരോടായും ഹൈക്കമാൻഡ് പ്രതിനിധികൾ സംസാരിച്ചിരുന്നു. ഇതിൽ രമേശ് ചെന്നിത്തലയ്ക്ക് മുൻതൂക്കമുണ്ട്. ഭൂരിഭാഗം പേരും രമേശ് ചെന്നിത്തലയുടെ പേരാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല തന്നെ ആയിരിക്കും പ്രതിപക്ഷ നേതാവെന്ന് ഏറെക്കുറെ ഉറപ്പായി. ഹൈക്കമാൻഡിന്റെ അംഗീകാരം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ പ്രഖ്യാപനവും വന്നേക്കാം. രാവിലെ പാർലമെന്ററി പാർട്ടി യോഗം ആരംഭിക്കുന്ന സമയം മുതൽ
ഓരോ MLA-മാരുടെ അഭിപ്രായം ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഹൈക്കമാൻഡ് പ്രതിനിധികൾ ആരായുകയായിരുന്നു. കെ മുരളീധരൻ രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതിലുള്ള അതൃപ്തി അറിയിച്ചുകൊണ്ട് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നിന്ന് തുടക്കത്തിൽ വിട്ടുനിന്നു. പിന്നീട് KPC അധ്യക്ഷൻ VM സുധീരൻ ഫോണിൽ വിളിച്ചതിന് ശേഷമാണ് മുരളീധരൻ 12:30 പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുത്തത്. ഹൈക്കമാൻഡ് പ്രതിനിധിയായി എത്തിയ AICC സെക്രട്ടറി ദീപക് ബാബുരെയും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് പുതിയൊരാളെ പരിഗണിക്കണമെന്ന അഭിപ്രായമുണ്ട്. എന്നാൽ ഭൂരിഭാഗം MLA-മാരും പിന്തുണച്ച സ്ഥിതിക്ക് ഹൈക്കമാൻഡ് രമേശ് ചെന്നിത്തല തന്നെ പ്രതിപക്ഷ നേതാവാക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ പാർലമെന്ററി പാർട്ടി യോഗം തൽക്കാലത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണ്. 3:30 വീണ്ടും ചേരും. അരുൺ. MR സജീഷ് തിരുവനന്തപുരത്ത് നിന്ന്. തർക്കമുള്ളതുകൊണ്ടല്ല പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കാൻ വൈകുന്നത് എന്ന് ഉമ്മൻചാണ്ടി. പാർട്ടിക്കുള്ളിൽ തർക്കങ്ങളൊന്നുമില്ലെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. അതിൻ്റെതായ ഒരു പ്രൊസീജിയർ ഉണ്ട്. ഒരു താമസം ഉണ്ടായില്ല. ഇന്ന് രാവിലെ അതിൻ്റെ ചർച്ച തുടങ്ങിയത്. എല്ലാ MLA-മാരെയും നേരിട്ട് കണ്ട് സംസാരിച്ചു. ഇനി അത് കഴിഞ്ഞ് അതിൻ്റെതായ നടപടികളായിട്ട് മുമ്പോട്ട് പോകും. യാതൊരു തർക്കവുമില്ല. മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാന താൽപര്യത്തിന് വിരുദ്ധമായ നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുത്തണമെന്ന് ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു. മുല്ലപ്പെരിയാർ സംബന്ധിച്ച് ഇന്നലെ മുഖ്യമന്ത്രി ഡൽഹിയിൽ നടത്തിയ പ്രസ്താവന അങ്ങേയറ്റം പ്രതിഷേധാർഹവും ഏറ്റവും നിർഭാഗ്യകരവുമായിപ്പോയി. കഴിഞ്ഞ അനേക വർഷങ്ങളായി മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ എടുത്ത തീരുമാനത്തിന് ഘടകവിരുദ്ധമായിട്ടാണ് ശ്രീ പിണറായി വിജയൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. 2 ദിവസത്തെ CPM പൊളിറ്റ് ബ്യൂറോ യോഗം ദില്ലിയിൽ ആരംഭിച്ചു. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം പ്രാഥമികമായി പൊളിറ്റ് ബ്യൂറോ യോഗം വിലയിരുത്തും. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദില്ലി പര്യടനം തുടരുകയാണ്. ഇന്ന് വൈകുന്നേരം ദില്ലി പൗരസമിതി പിണറായി വിജയന് സ്വീകരണം നൽകും. കേരളം, തമിഴ്നാട്, പുതുച്ചേരി, ആസാം, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിനു ശേഷമുള്ള ആദ്യ പൊളിറ്റ് ബ്യൂറോ യോഗമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്നും നാളെയുമായി നടക്കുന്ന യോഗത്തിൽ 5 സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ പ്രാഥമികമായ വിലയിരുത്തൽ നടക്കും. അതാത് സംസ്ഥാന കമ്മിറ്റികളിൽ നിന്നും റിപ്പോർട്ട് ലഭിച്ച ശേഷം പിന്നീട് വിശദമായ ചർച്ചയുണ്ടാകും. കേരളത്തിൽ മികച്ച വിജയം നേടാനായി കഴിഞ്ഞ 5 വർഷമായി സംസ്ഥാനത്ത് CPIM നേതൃത്വത്തിൽ ഇടതുപക്ഷം നടത്തിയ അഴിമതിക്കെതിരായ പോരാട്ടത്തിന്റെ ഫലമാണ് വിജയമെന്ന് പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. തെരഞ്ഞെടുപ്പിൽ ബഹുജന പങ്കാളിത്തം ഉറപ്പാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ പോളിറ്റ് ബ്യൂറോ യോഗത്തിന് മുമ്പിലെത്തും. പശ്ചിമബംഗാൾ, തമിഴ്നാട്, ആസാം, പുതുച്ചേരി സംസ്ഥാനങ്ങളിൽ പാർട്ടിക്ക് വളർച്ച നേടാനായി എന്നതും വിലയിരുത്തലിന് വിധേയമാകും. അതേസമയം ദില്ലിയിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സന്ദർശനം പുരോഗമിക്കുകയാണ്. സാഹിത്യകാരൻ ഓംചേരി NN പിള്ളയുടെ നേതൃത്വത്തിൽ ദില്ലി പൗരസമിതി പിണറായി വിജയന് ഇന്നു സ്വീകരണം നൽകും. ഇന്നത്തെ പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം പിണറായി വിജയൻ പൗരസ്വീകരണത്തിൽ പങ്കെടുക്കും. കേരളം, തമിഴ്നാട്, പുതുച്ചേരി, ആസാം, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ പ്രാഥമികമായ വിലയിരുത്തലാണ് ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ നടക്കുന്നത്. CPIM കേന്ദ്ര കമ്മിറ്റി ഓഫീസായ AKG ഭവന് മുമ്പിൽ നിന്നും ക്യാമറാമാൻമാരായ രാജീവ് കർണാടിക്കും ശൈലേഷ് കലായിക്കൊപ്പം സന്തോഷ് സാർ. ലീഗ് പ്രവർത്തക സമിതി യോഗം കോഴിക്കോട് തുടങ്ങി. തെരഞ്ഞെടുപ്പ് ഫലം യോഗം വിലയിരുത്തും. തിരുവമ്പാടി, കൊടുവള്ളി, താനൂർ എന്നിവിടങ്ങളിലെ പരാജയം യോഗത്തിൽ വലിയ ചർച്ചയാകും. ഞങ്ങളുടെ പ്രതിനിധി മേഘ മാധവൻ ചേരുന്നു. മേഘ, ഈ മണ്ഡലങ്ങളിലെ തോൽവി ലീഗിനെ അക്ഷരാർത്ഥത്തിൽ ഉലച്ചിട്ടുണ്ട്. ശക്തി കേന്ദ്രങ്ങളിലെ വോട്ട് ചോർച്ചയും ഇതടക്കമുള്ള കാര്യങ്ങൾ നിലവിൽ ചർച്ചയാകുമോ? മേഘ, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം കൂടി അവലോകനം ചെയ്യുന്നതിനായി മേഘ കേൾക്കാമോ? മലപ്പുറം ചേലമ്പ്രയിൽ 15-കാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ യുവതിയടക്കം 3 പേർ പിടിയിൽ. രാജസ്ഥാനിലെ അജ്മീറിൽ നിന്നാണ് പ്രതിയെയും പെൺകുട്ടിയെയും പോലീസ് കണ്ടെത്തിയത്. പ്രതികളെ തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കും. താമരശ്ശേരി കവരക്കുന്നുമ്മൽ അബ്ദുസമദ്, ഉണ്ണിക്കുളം മുഹമ്മദ് ഷാഫി, പുനൂർ ഒറവങ്ങര വീട്ടിൽ റഹന റംഷീദ് എന്നിവരാണ് അറസ്റ്റിലായത്. ചേലേമ്പ്രയിൽ കെട്ടിടം പണിക്കെത്തിയ സമദ് 15-കാരിയെ പരിചയപ്പെടുകയും വിവാഹ വാഗ്ദാനം നൽകി കടത്തിക്കൊണ്ടുപോവുകയുമായിരുന്നു. സുഹൃത്ത് ഷാഫിയും ബന്ധു രഹനയും സഹായം നൽകി. കുട്ടിയെ കാണാതായി ആഴ്ചകൾ പിന്നിട്ടിട്ടും കേസിൽ തുമ്പുണ്ടാകാതിരുന്നത് ഏറെ വിവാദമുണ്ടാക്കി. മലപ്പുറം DYSP A ഷറഫുദ്ദീന്റെ നേതൃത്വത്തിലുള്ള സംഘം അജ്മീറിൽ നിന്നാണ് പെൺകുട്ടിയെയും പ്രതിയെയും കണ്ടെത്തിയത്. ഈ ടീമിനോടൊപ്പം ചേരുകയും ബാക്കിയുള്ള ദിവസങ്ങളിൽ ഈ 15 വയസ്സുള്ള കുട്ടിയെ
6 സ്റ്റേറ്റ് കടന്ന് അവർ പോയിട്ടുണ്ട്. കേരളം കൂടാതെ 6 സ്റ്റേറ്റുകൾ താണ്ടി ആദ്യം ഒരു കാറിലും ബ്ലാക്ക് സ്വിഫ്റ്റ് കാറായിരുന്നു ഉപയോഗിച്ചിരുന്നത്. KL 56A7516. അത് മഹാരാഷ്ട്രയിൽ ഉപേക്ഷിച്ചിട്ട് വീണ്ടും യാത്ര തുടരുകയും ഈ കുട്ടിയോടൊപ്പം സഹായിയായിട്ട് ഈ പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു. അത് പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ്. ആ കുട്ടി ഇതിലെ പ്രതിയായി പറയുന്ന അബ്ദുൽ സമദിന്റെ ബന്ധു കൂടിയാണ്. പ്രതി ഫോൺ ഉപയോഗിക്കാതിരുന്നത് അന്വേഷണത്തെ കുഴക്കി. 3 സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു അന്വേഷണം. പ്രതികളെ തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.